الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ചറബിന്റെ വിധിവിലക്കുകൾ ജീവിത ഇടപാടുകളിലുടനീളം പാലിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവസാന ശ്വാസം വരെയും തഖ്വയിൽ തന്നെ നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അർഹമർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം പടച്ചവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, അതുവഴി മുസ്ലിമായ അവസ്ഥയിൽ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, നാളെ സച്ചരിതനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ അന്തിമമായി അള്ളാഹു മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമങ്ങൾ അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റജബ് മാസത്തിലെ അവസാനത്തെ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച കൂടി പിന്നിടുമ്പോൾ റജബ് പൂർത്തിയാവുകയും ശഅബാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യും. പരിശുദ്ധ റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിന്റെ നാളുകളും കൂടിയാണ് റജബും ശഅബാനും എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 മാസം മുമ്പ് തന്നെ, അഥവാ റജബ് തുടക്കം മുതൽ തന്നെ റമദാനിന് വേണ്ടി ഒരുങ്ങാറുണ്ടായിരുന്നു, തൻ്റെ അനുയായികളോട് അത് ആവശ്യപ്പെടാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. റജബിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ഇസ്റാ മിഅ്റാജ് അഥവാ റസൂലുള്ളാഹിന്റെ രാപ്രയാണവും ആകാശോലവും മസ്ജിദുൽ ഹറമിൽ നിന്ന്
ഒരു രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോവുകയും അതേ രാത്രിയിൽ തന്നെ ജിബ്രീലിനോടൊപ്പം 7-ാം ആകാശത്തേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുവരികയും സ്വർഗ നരകങ്ങളുടെയൊക്കെ യാഥാർത്ഥ്യം പ്രവാചകന് നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത സംഭവത്തെയാണ് നമ്മൾ ഇസ്രാ മിഅ്റാജ് എന്ന് പറയാറുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറ അൽ ഇസ്രായിന്റെ ആരംഭത്തിലും സൂറത്തുൽ നജ്മിലും അത് സംബന്ധമായ പടച്ചവന്റെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സൂറ ഇസ്രാ ആരംഭിക്കുന്നത് തന്നെ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ ദാസനെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയ റബ്ബ് അങ്ങേയറ്റം പരിശുദ്ധനത്രേ. ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരങ്ങളെ നാം പവിത്രമാക്കിയിട്ടുണ്ട്, അനുഗ്രഹീതമാക്കിയിട്ടുണ്ട്. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് തന്റെ ദൂതനെ അള്ളാഹു കൊണ്ടുപോയത്. തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് എന്നാണ് ആയത്തിന്റെ അർത്ഥം. മിഅ്റാജ് രാവിൽ മസ്ജിദുൽ ഹറമിൽ നിന്നും യാത്ര പുറപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു കൊണ്ടുപോയത് മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു. ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു. അഥവാ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയെയാണ് നമ്മൾ ഇസ്രാ അഥവാ പ്രവാചകന്റെ രാപ്രയാണം എന്ന് പറയുന്നത്. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖിബ്ലയായ ഖുദ്സ് അഥവാ മസ്ജിദുൽ അഖ്സ ധാരാളമായി ഓർമ്മിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ റജബ് മാസം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാദൃശ്ചികമാണോ എന്നറിയില്ല, ഈ ഇത്തവണത്തെ റജബ് മാസത്തിൽ തന്നെയാണ് ഗസയുടെയും ഹമാസിന്റെയും ഒക്കെ വിജയം ആഘോഷിക്കുന്ന, സത്യവിശ്വാസികൾക്ക് വലിയ ആവേശവും വലിയ പ്രചോദനവും നൽകുന്ന, അവരുടെ ഖുദ്സ് വിമോചനത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കറിയാം, ഇസ്രാ മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രവാചക യാത്രയിൽ, തന്റെ പ്രവാചക പ്രവർത്തനത്തിൽ, പ്രബോധന പ്രവർത്തനങ്ങളിൽ വലിയ ആത്മവിശ്വാസം പ്രദാനം ചെയ്ത സംഭവമായിരുന്നു ഇസ്രാ മിഅ്റാജ് സംഭവം. കാരണം നുബുവത്തിന്റെ 10-ാം വർഷം പ്രവാചകന് അവലംബമായിരുന്ന, താങ്ങും തണലുമായിരുന്ന 2 കരുത്തുറ്റ അവലംബങ്ങൾ നഷ്ടപ്പെട്ട വർഷമായിരുന്നു നുബുവത്തിന്റെ 10-ാം വർഷം. ഒന്ന് തന്റെ പിതൃവ്യനായിരുന്ന അബൂ താലിബിന്റെ വിയോഗമായിരുന്നുവെങ്കിൽ മറ്റൊന്ന് നുബുവത്തിന്റെ ആ വഹയിന്റെ ആരംഭം മുതൽ, ഹിറാ ഗുഹയിൽ നിന്നും വഹി ലഭിച്ച ആദ്യ ദിവസം മുതൽ തനിക്ക് എല്ലാ അർത്ഥത്തിലും കരുത്തും പിന്തുണയുമായി നിന്നിരുന്ന ഖദീജത്തുൽ കുബ്ര, തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ വിയോഗമായിരുന്നു 2ാമത്തെ സംഭവം. ഇത് രണ്ടും അക്ഷരാർത്ഥത്തിൽ പ്രവാചകനെ അനാഥത്വത്തിലേക്ക് എടുത്തെറിയപ്പെടുകയായിരുന്നു. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നായിരുന്നു പ്രവാചകൻ ഈ 2 പേരുടെയും വിയോഗം നടന്ന നുബുവത്തിന്റെ 10-ാം വർഷത്തെ പ്രവാചകൻ പറഞ്ഞിരുന്നത്, വിശേഷിപ്പിച്ചിരുന്നത്. ഈ ഇരുവരുടെയും വിയോഗമുണ്ടാക്കിയ ഒരു വലിയ വിടവ്, റസൂൽ അനുഭവിച്ചിരുന്ന വല്ലാത്തൊരു മനോവ്യഥ, ഈ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ മിഅ്റാജ് സംഭവം പ്ലാൻ ചെയ്യുന്നത്. മസ്ജിദുൽ ഹറമിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ യാത്ര പുറപ്പെട്ട പ്രവാചകൻ, ആ യാത്രക്കിടയിൽ ജിബ്രീൽ പറയുന്ന ഒരു പ്രദേശത്ത് എത്തുമ്പോൾ ഇൻസിൽ ഫസ്വല്ലി, പ്രവാചകരെ ഇവിടെ ഇറങ്ങുക, നമസ്കരിക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, താങ്കൾ നമസ്കരിച്ച സ്ഥലം ഏതാണ് എന്ന് താങ്കൾക്ക് അറിയാമോ? അപ്പൊ പ്രവാചകൻ പറയുന്നത്, അല്ലാഹു അഅലം, എനിക്കറിയില്ല, അല്ലാഹു ആണ് അറിയുന്നവൻ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഈ ഭൂമി വിശിഷ്ടമായ ഭൂമിയാണ്, ഇവിടേക്കാണ് താങ്കൾക്ക് ഹിജറ വരാനുള്ളത്. മദീനയായിരുന്നു അത്.
അപ്പൊ ഹിജറയെ കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ റസൂലുള്ളാഹിക്ക് ആ ഇസ്രാ മിഅ്റാജ് രാത്രിയിൽ തന്നെ അല്ലെങ്കിൽ ആ യാത്രയിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം നൽകുന്നുണ്ട്. പിന്നീട് അവരുടെ യാത്ര തുടർന്ന് മസ്ജിദുൽ അഖ്സയിലാണ് പ്രവാചകനെ ജിബ്രീൽ അലൈഹിസ്സലാം എത്തിക്കുന്നത്. ഇസ്ലാമിന്റെ പ്രഥമ ഖിബലയായ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിൽ റസൂലുള്ളാഹി ഇറങ്ങുകയും അവിടെ മുഴുവൻ പ്രവാചകന്മാർക്കും നേതൃത്വം നൽകിക്കൊണ്ട് റസൂലുള്ളാഹി നമസ്കരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനുശേഷമാണ് അവിടെ നിന്നും 7-ാം ആകാശത്തേക്ക് പ്രവാചകനെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോകുന്നത്. സ്വർഗനരകങ്ങളുടെ യാഥാർത്ഥ്യം കണ്ട് മനസ്സിലാക്കുന്നത്. തിരിച്ചു വരുമ്പോഴാണ് വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള വലിയ സമ്മാനമായിക്കൊണ്ട് ആ മുനാജാത്ത് ബൈനൽ അബ്ദി വ റബ്ബിഹി, തന്റെ പ്രവാചകന് അള്ളാഹു സാധിച്ചു കൊടുത്ത അള്ളാഹുമായുള്ള മുനാജാത്തിനുള്ള അവസരം മുഴുവൻ വിശ്വാസികൾക്കും നൽകുന്ന അസ്വലാത്ത് മിഹ്റാജുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മിഹ്റാജ് എന്ന് വിശേഷിപ്പിച്ച നമസ്കാരം ആകുന്ന സമ്മാനവുമായി ഉപഹാരവുമായി റസൂലുള്ളാഹിനെ അല്ലാഹു യാത്രയാക്കുന്നത്. ഈ സംഭവം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തന്റെ ദൗത്യമാർഗത്തിൽ വലിയ ഒരു ആവേശവും വലിയ ആത്മവിശ്വാസവും റസൂലുള്ളാഹിക്ക് പ്രദാനം ചെയ്ത സംഭവമായിരുന്നു. തന്റെ 2 അവലംബങ്ങളുടെ വിയോഗമുണ്ടാക്കിയ ആ ഒരു വിടവ് അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ഒരു മനോവ്യത പ്രവാചകന് ഇല്ലാതാവുകയും തന്റെ ദൗത്യമാർഗത്തെ സംബന്ധിച്ച് താൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യത്തിന്റെ വിജയത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും പ്രവാചകന് പകർന്നു നൽകിയ സംഭവമായിരുന്നു ഇസ്രാ മിഅ്റാജ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ റജബ് മാസത്തിൽ നടന്ന വെടിനിർത്തൽ കരാർ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ലോകവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകർന്നു നൽകുന്ന ഒരു സംഭവമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖുദ്സിന്റെ വിമോചനത്തിനും ബൈത്തുൽ മുഖദ്ദിസ് വിമോചിക്കപ്പെടുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുകൾക്ക് പുതിയ വർണ്ണം നൽകിയ അല്ലെങ്കിൽ ആ പ്രതീക്ഷ കൂടുതൽ തളിർക്കാൻ കാരണമായ ഒന്നായിരുന്നു പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അറിഞ്ഞ വെടിനിർത്തൽ കരാർ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഖുദ്സിന്റെ ബൈത്തുൽ മുഖദ്ദിസിന്റെ വിമോചനവും ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യവും ലക്ഷ്യമാക്കിക്കൊണ്ട് അവിടുത്തെ ഇസ്ലാമിക സംഘമായ ഹമാസ് നടത്തി വന്നിരുന്ന പോരാട്ടത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു 2023 ഒക്ടോബർ 7 നടന്ന തൂഫാനുൽ അഖ്സ എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ്. എന്താണ് തൂഫാനുൽ അഖ്സയിൽ സംഭവിച്ചത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് പടച്ചവന്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നല്ല ആസൂത്രണത്തോടു കൂടി നടത്തിയ ഓപ്പറേഷൻ ആയിരുന്നു തൂഫാനുൽ അഖ്സ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ദുർബലരായ ഒരു സംഘം, അംഗബലത്തിലോ ആയുധശക്തിയിലോ ഒട്ടും അഭിമാനിക്കാൻ കഴിയാത്ത ഒരു ദുർബലമായ ഒരു സംഘം, ലോകത്തിലെ അറിയപ്പെടുന്ന എല്ലാവിധ ചാരശൃംഖലകളുടെയും തലതൊട്ടപ്പന്മാരായ ലോകത്തിലെ നമ്പർ 1 സാമ്രാജ്യത്വ ശക്തികളുടെ മുഴുവൻ പിന്തുണയുള്ള ഒരു രാഷ്ട്രവുമായി ചെയ്ത അങ്ങേയറ്റം ആവേശം നൽകുന്ന ഒരു സമരമായിരുന്നു തൂഫാനുൽ അഖ്സ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിൽ കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ ഒന്നും കണക്കുകൂട്ടലുകൾക്കനുസരിച്ചല്ല, അത് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ്. അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിക്കാൻ ഒരു സംഘം സന്നദ്ധമായാൽ, പടച്ചവന്റെ ദീനിനു വേണ്ടി അള്ളാഹുവിന്റെ ഭവനത്തിന്റെ വിമോചനത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ ലോകത്ത് വിശ്വാസികൾ സന്നദ്ധമായാൽ, ഈ യൻസുറുക്കുമുല്ലാഹ ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെ അടിവരയിട്ട് ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ്. സൂറ ആൽ ഇംറാൻ 160-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചതാണ്, ഈ യൻസുറുക്കുമുല്ലാഹ ഫലാ ഗാലിബ ലക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ, പടച്ചവന്റെ സഹായം നിങ്ങൾക്കുണ്ടെങ്കിൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ അതിജയിക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. വഇയഖദുൽക്കും, അല്ലാഹു നിങ്ങളെ കൈവിട്ടാലോ, പടച്ചവൻ നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിലോ, അല്ലാഹു നിങ്ങളെ കൈവിട്ടാൽ ഫമന്തല്ലദി യൻസുറുക്കും മിൻ ബഅദിഹി, ആരാണ് പിന്നീട് അല്ലാഹുവിന് ശേഷം നിങ്ങളെ സഹായിക്കാനുള്ളത്? അതുകൊണ്ട് വഅലല്ലാഹി ഫലയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ തങ്ങളുടെ ശക്തിയിലും ആയുധ ശക്തിയിലുമൊന്നുമല്ല, അംഗബലത്തിലും ആയുധ ശക്തിയിലുമൊന്നുമല്ല പ്രതീക്ഷയർപ്പിക്കേണ്ടത്, മറിച്ച് വിശ്വാസികളാണെങ്കിൽ അവർ അള്ളാഹുവിൽ തവക്കൽ ചെയ്തു കൊള്ളട്ടെ എന്നത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. പ്രിയമുള്ളവരെ, അക്ഷരാർത്ഥത്തിൽ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ തെമ്മാടി രാഷ്ട്രത്തെ വിരളി പിടിപ്പിച്ച സംഭവമായിരുന്നു ഒക്ടോബർ 7, 2023 സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഇത്രയും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇത്രയധികം നാണം കെട്ട ഒരു സംഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ലോകത്ത് വെച്ച് ഏറ്റവും സുരക്ഷിതമായ സംവിധാനങ്ങളുടെ രാജ്യമാണ്. സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ വലിയ വില കൊടുത്ത് നൽകുന്ന രാജ്യമാണ്, വില വാങ്ങി നൽകുന്ന രാജ്യമാണ്. ചാരപ്രവർത്തനങ്ങളിൽ ലോകത്ത് തന്നെ ഏറ്റവും ഉയർന്നവരെന്ന്, ഏറ്റവും മികവുറ്റവരെന്ന് ഹുങ്ക് നടിക്കുന്ന രാജ്യമായിരുന്നു. അങ്ങനെ ഏറ്റവും സുരക്ഷിത സംവിധാനങ്ങളുടെ രാജ്യം എന്ന, ഏറ്റവും മികവുറ്റ ചാര ശൃംഖലകളുടെ രാജ്യം എന്ന അവരുടെ അവകാശവാദത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു തൂഫാനുൽ അഖ്സ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള മസ്ജിദുൽ അഖ്സ ഇസ്ലാമിന്റെ പ്രതിയോഗികളിൽ നിന്നും വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഒരു പുതിയ മുഖമായിരുന്നു യഥാർത്ഥത്തിൽ തൂഫാനുൽ അഖ്സയിലൂടെ ഹമാസ് ലക്ഷ്യമിട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ അങ്ങേയറ്റം ഭീതിയിലും ഭയപ്പാടിലുമാറ്റിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. എന്താണ് തൂഫാനുൽ അഖ്സയ്ക്ക് ശേഷം സംഭവിച്ചത്? സ്വാഭാവികമായും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം തങ്ങൾക്കേറ്റ അപമാനഭാരം കൊണ്ട് അങ്ങേയറ്റം വഷളായതുകൊണ്ട് അതിൽ നിന്നും രക്ഷ കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ആ ദുർബലരായ സമൂഹത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ആ യുദ്ധത്തിന് തുടക്കമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ ഭരണാധികാരികൾ നടത്തിയ ആക്രോശങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്, നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. വലിയ വലിയ വീരവാദങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു നെതന്യാഹു ആക്രമണം ആരംഭിച്ചത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വീരവാദങ്ങൾ? പ്രധാനമായ 3 കാര്യങ്ങളായിരുന്നു ഇസ്രായേലിന്റെ ഭരണകൂടം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഒന്ന്, ഒരാഴ്ചക്കകം ലോകത്ത് നിന്ന് ഹമാസിനെ തുടച്ചു നീക്കുമെന്നായിരുന്നു. ഗസയിൽ നിന്ന്, ഫലസ്തീനിൽ നിന്നും ഹമാസിനെ നിശേഷമായി തുടച്ചു നീക്കുമെന്നായിരുന്നു. രണ്ടാമതായി അവർ അവകാശപ്പെട്ടത് ഗസ എന്ന് പറയുന്ന ഒരു തുരുത്ത്, ഒരു ചെറിയ ഒരു പ്രദേശം, ആ പ്രദേശം ആൾപ്പാർപ്പില്ലാത്ത, ആൾതാമസമില്ലാത്ത മരുഭൂമിയാക്കി മാറ്റുമെന്നാണ്. 25 ലക്ഷത്തോളം വരുന്ന ഗസ നിവാസികളെ അരുകൊല ചെയ്യുമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ജനവാസമില്ലാത്ത, ആൾതാമസമില്ലാത്ത മരുഭൂമിയാക്കി മാറ്റുമെന്നായിരുന്നു. മൂന്നാമത് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഹമാസ് കൈവശപ്പെടുത്തിയിട്ടുള്ള തങ്ങളുടെ മുഴുവൻ ബന്ദികളെയും ഞങ്ങൾ മോചിപ്പിക്കുമെന്നായിരുന്നു മൂന്നാമത്തെ അവകാശവാദം. പ്രിയമുള്ളവരെ, 15 മാസങ്ങൾക്കിപ്പുറം 470ഓളം ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഇസ്രായേൽ എന്ന് പറയുന്ന ചട്ടമ്പി രാഷ്ട്രം എന്താണ് നേടിയത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സോഷ്യൽ മീഡിയകളൊക്കെ ഒരുപാട് വിലയിരുത്തലുകൾ വരുന്നുണ്ട്, ഒരുപാട് വിശകലനങ്ങളും അവലോകനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 1.5 ലക്ഷത്തോളം ആളുകളെ കൊന്നൊടുക്കി എന്നാണ് വലിയ അവകാശവാദമായി, വലിയ ഒരു അഭിമാനമായി എടുത്തു പറയുന്നത്. യഥാർത്ഥത്തിൽ ആ 1.5 ലക്ഷത്തോളം മനുഷ്യർ, വിശ്വാസികൾ ഷഹാദത്ത് വരിച്ചു എന്നതാണല്ലോ അതിന്റെ യാഥാർത്ഥ്യം. ഇതാണ് ഇസ്രായേലിന്റെ വിജയമെങ്കിൽ, ഈ 1.5 ലക്ഷത്തോളം വിശ്വാസികളുടെ ഷഹാദത്തിന്റെ പേരിലാണ് ഇവർ അഭിമാനം കൊള്ളുന്നതെങ്കിൽ, അതാണ് വിജയമായി ആഘോഷിക്കുന്നതെങ്കിൽ, യഥാർത്ഥത്തിൽ ആ ഷഹാദത്തുകളിലൂടെ സംഭവിച്ചത് അതിലും എത്രയോ ഇരട്ടി ആളുകൾ, അതിലും എത്രയോ ഇരട്ടി പോരാളികൾ ജന്മമെടുക്കുകയാണ് ചെയ്തത് എന്നാണ് ചരിത്രത്തിൽ, എന്നാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. നമ്മൾ പഠിക്കണം ഫലസ്തീനിലെ ഉമ്മമാരെ കുറിച്ച്, നമ്മൾ പഠിക്കണം ആ ജനതയുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ആവേശ വികാരങ്ങളെ സംബന്ധിച്ച്. അവിടെ ഉമ്മമാർ കുട്ടികളെ പ്രസവിക്കുന്നത് തന്നെ ഖുദ്സിന് വേണ്ടി പൊരുതി മരിക്കാൻ വേണ്ടിയാണ്. ഖുദ്സിന് വേണ്ടി, ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചനത്തിന് വേണ്ടി പൊരുതി മരിക്കാൻ വേണ്ടിയാണ് തങ്ങളുടെ കുട്ടികളെ പ്രസവിക്കുന്നത് പോലും. അങ്ങനെയുള്ള ഒരു നാട്, അതാണ് ലോകത്ത് ഫലസ്തീൻ എന്ന് പറയുന്നത്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹു അലൈഹി ഫമിൻഹും മൻ ഖളാ നഹബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലു തബ്ദീല. ഉഹദ് രണാങ്കണത്തിൽ ഷഹീദായി കിടക്കുന്ന സത്യവിശ്വാസികളെ നോക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അർശിൽ നിന്നും ആയത്തുകളുമായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അയച്ചല്ലോ. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹു അലൈഹി, അല്ലാഹുമായി ചെയ്ത കരാർ പൂർത്തീകരിച്ച ആളുകൾ വിശ്വാസികളിലുണ്ട്. ഫമിൻഹും മൻ ഖളാ നഹബഹു, അവരിൽ ചിലർ ആ കരാറിനോട് നീതി പുലർത്തി ആ കരാർ പൂർത്തിയാക്കി അല്ലാഹുവിലേക്ക് മടങ്ങി കഴിഞ്ഞു. ഫമിൻഹും മൻ യൻതദിർ, ഇനി ബാക്കിയുള്ള ആളുകൾ, ആ വിശ്വാസികളിൽ ആ കരാറിനോട് നീതി പാലിക്കുന്ന ആളുകൾ അവസരം പാർത്തിരിക്കുകയാണ്, തങ്ങളുടെ അവസരം കാത്തിരിക്കുകയാണ്. വമാ ബദ്ദലു തബ്ദീല, അവർ തങ്ങളുടെ നിലപാടിൽ ഒരൽപ്പം പോലും മാറ്റം വരുത്തിയിട്ടില്ല, 1 ഇഞ്ച് പോലും അവർ അവരുടെ നിലപാടിൽ നിന്നും പിറകോട്ട് പോയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ലിയജ്സിയല്ലാഹു സാദിഖീന ബിസിദ്ഖിഹിം, സത്യവിശ്വാസികൾക്ക് സത്യസന്ധരായ ആദർശ പ്രഖ്യാപനത്തിൽ തങ്ങളുടെ ജീവനും ജീവിതവും ജീവിത വിഭവങ്ങളും ഒക്കെ
ഏകനായ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്റെ വിജയത്തിന് വേണ്ടി അള്ളാഹുവിന്റെ കലിമത്തിന്റെ ഉയർച്ചക്കും അവന്റെ ദീനിന്റെ വിജയത്തിനും വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധതയുള്ളവരാണ് തങ്ങൾ എന്ന ആ സത്യപ്രഖ്യാപനത്തോട് നീതി പുലർത്തിയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ സത്യസന്ധതക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടി മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ കാപട്യം പുലർത്തിയവർക്ക് അള്ളാഹു അവന്റെ ശിക്ഷ അതല്ലെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുക. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീം, നിശ്ചയമായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. സൂറത്തുൽ അഹ്സാബിലെ 23, 24 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള കരാർ പൂർത്തീകരിച്ചവരും ആ പൂർത്തീകരിച്ചവരെ കൂടാതെ ബാക്കിയുള്ളവർ ആ കരാറിൽ പൂർത്തീകരിക്കാനുള്ള അവസരം കാത്തിരിക്കുന്ന ജനതയും ഫലസ്തീനിലെ ആളുകളെ സംബന്ധിച്ച് വിശ്വാസികളെ കുറിച്ച് ഈ ആയത്താണ് നമുക്ക് ഓർമ്മിപ്പിക്കുന്നത്. അവർ ഷഹാദത്തിനെ സന്തോഷത്തോടുകൂടി വരിക്കുന്നവരാണ്. ജീവിക്കാൻ മനുഷ്യർ കൊതിക്കുന്നത് പോലെ മരണത്തെ കാത്തിരിക്കുന്നവരും മരണത്തെ കൊതിയോടുകൂടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. എന്ന് പറഞ്ഞാൽ ഷഹാദത്തിന് വേണ്ടിയുള്ള സ്വപ്നവുമായി രാത്രികളിൽ കിടന്നുറങ്ങുന്നവരാണ്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് ഷഹാദത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തോടും കൊതിയോടും കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ജനതയെ വകവരുത്തി എന്നത് ആർക്കാണ് വിജയം നൽകുന്നത്? ആരാണ് അവിടെ വിജയിക്കുന്നത്? ولا تقولوا لمن يقتل في سبيل الله اموات بل احياء ولكن لا تشعرون. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും വധിക്കപ്പെട്ടവർ മരിച്ചുപോയവർ നിങ്ങൾ പറഞ്ഞേക്കരുത്. കാരണം അവർ അല്ലാഹുവിൽ ജീവിച്ചിരിക്കുന്നവരാണ്. പടച്ചവനാൽ വിഭവങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. സ്വർഗീയ ആരാമങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് സ്വർഗീയ ആരാമങ്ങളുടെ സുഗന്ധം കണ്ട് ആ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് സ്വർഗീയ ആരാമങ്ങൾ കണ്ട് ബർസഖുകളിൽ ആ സ്വർഗപ്രവേശനത്തിന് വേണ്ടി നാളുകൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് അവരെ നിങ്ങൾ വധിക്കപ്പെട്ടവർ മരിച്ചുപോയവർ എന്ന് നിങ്ങൾ ഒരിക്കലും പറഞ്ഞേക്കരുത്. അവർ അല്ലാഹുവിൽ ജീവിച്ചിരിക്കുന്നവരാണ്. പിന്നെ ഹമാസിന്റെ ഒരുപാട് നേതാക്കളെ വകവരുത്തി എന്നത് വലിയ നേട്ടമായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ഇസ്മായിൽ ഹനിയെ പോലുള്ള, യഹ്യ സിൻവാറിനെ പോലുള്ള, സാലിഹ് അർറൂറി പോലുള്ള, അതുപോലെ തന്നെ ലെബനാനിലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയെ പോലുള്ള ഒരുപാട് ആളുകളെ ഞങ്ങൾ വകവരുത്തി. അതെന്ന് പറഞ്ഞാൽ അവരുടെ നേതാക്കളെയൊക്കെ ഞങ്ങൾ കഥ കഴിച്ചു എന്നത് വലിയ വലിയ വീരവാദമായി വലിയ ഒരു ചെയ്ത ഒരു വലിയ കൃത്യമായി എണ്ണി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേതാക്കളുടെ ഷഹാദത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്നതാണോ? നേതാക്കളുടെ ഷഹാദത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആരംഭം മുതൽ തന്നെ മുസ്ലിം ലോകം അനുഭവിച്ചു വന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ? എത്രയെത്ര പ്രവാചകന്മാർ, അള്ളാഹുവിനാൽ പരിശീലനം നൽകി അയക്കപ്പെട്ട, പടച്ചവന്റെ വഹയിനാൽ നയിക്കപ്പെട്ടുകൊണ്ടിരുന്ന എത്രയെത്ര പ്രവാചകന്മാരാണ് ഷഹാദത്ത് വരിച്ചിട്ടുള്ളത്. പറയുന്നുണ്ടല്ലോ, എത്രയെത്ര പ്രവാചകന്മാരാണ് നേരത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിച്ചിട്ടുള്ളത്. എത്രയെത്ര ഖലീഫമാർ, മുജദ്ദിദുകൾ, ഇസ്ലാമിക പ്രസ്ഥാന നായകർ, ചരിത്രത്തിൽ വധിക്കപ്പെട്ട, ഷഹാദത്ത് വരിക്കപ്പെട്ട നേതാക്കളുടെ ചരിത്രം കൊണ്ട് സമ്പന്നമാണ് ഇസ്ലാമിക ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരെ വധിച്ചവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പലതവണ പറയുന്നുണ്ടല്ലോ. ഇന്നല്ലദീന യക്ഫുറൂന ബിആയാത്തില്ലാഹി വയഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖ്. നിശ്ചയമായും അല്ലാഹുവിന്റെ ആയാത്തുകളെ കളവാക്കുന്നവർ വയഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖ്, യാതൊരു അടിസ്ഥാനവുമില്ലാതെ അന്യായമായി അല്ലാഹുവിന്റെ അംബിയാ മുർസലുകളെ വകവരുത്തിയവർ വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്തി മിനൻ നാസ്, ജനങ്ങൾക്കിടയിൽ നീതിക്ക് വേണ്ടി നിലകൊണ്ട, നീതിക്ക് വേണ്ടി സംസാരിച്ച, നീതിയുടെ മാർഗത്തിൽ നിലയുറപ്പിച്ചവരെ വകവരുത്തിയവർ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അവരെ കാത്തിരിക്കുന്നത് എന്താണ്? അവർക്ക് എത്തിച്ചേരാനുള്ളത് എവിടെയാണ്? അവരുടെ പര്യവസാനം എങ്ങനെയാണ്? ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അവരെ കാത്തിരിക്കുന്ന, അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള കടുത്ത യാതനയെ കുറിച്ച്, അള്ളാഹുവിന്റെ അതികഠിനമായ ശിക്ഷയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഉലൈകല്ലദീന ഹബിത്തത് അഅമാലുഹും ഫിദ്ദുനിയ, ദുനിയാവിലെ അവരുടെ കർമ്മങ്ങളൊക്കെയും പാഴായി പോയതാണ്. വൽ ആഖിറതി വമാ ലഹും മിൻ നാസിരീൻ, അന്ത്യദിനത്തിൽ ഒരു സഹായിയെയും. ഇപ്പോ വലിയ വലിയ വൻകിട രാഷ്ട്രങ്ങൾ, വൻശക്തി രാഷ്ട്രങ്ങൾ എല്ലാവിധ ആയുധങ്ങളും വിഭവങ്ങളും നൽകി സഹായിക്കുന്നുണ്ടല്ലോ. പക്ഷേ അന്ത്യനാളിൽ അന്ത്യനാളിൽ ഇവരുടെ കർമ്മങ്ങളുടെ പരിണതിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയിൽ ഇവരെ രക്ഷപ്പെടുത്തുന്ന ഒരു സഹായിയെയും അവർക്ക് കിട്ടുക സാധ്യമല്ല എന്ന് ഖുർആൻ അടിവരയിടുകയാണ്. നമുക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സത്യവിശ്വാസികൾ അനുഭവിച്ച പരീക്ഷണങ്ങളെ കുറിച്ച്, പീഡനങ്ങളെ കുറിച്ച്, ദുരിതപൂർണമായ ജീവിത യാത്രയെ സംബന്ധിച്ച് ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നുണ്ടല്ലോ സഹാബി.
ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് വരുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ തണലിൽ ഇങ്ങനെ കൈകൾ ചാരി കിടന്ന് വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ഒന്ന് ചോദിക്കുന്നത് എന്താണ്? അലാ തദൂലനാ യാ റസൂലല്ലാഹ് വലാ തസ്തൻസിർ ലനാ യാ റസൂലല്ലാഹ്. കഅബിന്റെ ശരീരത്തിൽ നിന്നും ചോരയൊലിക്കുന്ന പാടുകളാണ്, ചോരയൊലിക്കുന്ന മുറിവുകളാണ്. അങ്ങനെ രക്തമറ്റ് വീഴുന്ന കബാബ് എന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നത് അതാണ്. ഇസ്ലാമിക ആദർശത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ യജമാനന്മാരുടെ ചാട്ടവാറടി കൊണ്ട് മുറിപ്പാടുകളിലേറ്റ ശരീരവുമായി, രക്തമൊഴുകുന്ന ശരീരവുമായി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നുകൊണ്ട് കബ്ബാബ് ചോദിക്കുകയാണ്, അലാ തദൂലനായ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് ദുആ ചെയ്യുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ? വലാ തസ്തൻസിർ ലനാ യാ റസൂലുള്ളാഹ്, പ്രവാചകരെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് സഹായം ആവശ്യപ്പെടുന്നില്ല നബിയെ എന്ന് കണ്ണീരോടുകൂടി രക്തവർണ്ണം കൊണ്ട് വന്ന് ചോദിക്കുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഖബ്ബാബേ, ഫഖാല റസൂൽ പറയുന്നു, ഖദ് കാന മിൻ ഖബലികും യൂഖദു റജുൽ, നിങ്ങൾക്ക് മുമ്പും ഒരുപാട് ആളുകൾ ഈ ആദർശ പ്രഖ്യാപനത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളുകൾ നിങ്ങൾക്ക് മുമ്പും കടന്നു പോയിട്ടുണ്ട്. അവരെയൊക്കെ ഭൂമിയിൽ കുഴികൾ കുഴിച്ചുകൊണ്ട് ആ കുഴികളിൽ അവരെ നിർത്തി അവരുടെ ശരീരത്തിന്റെ മേലൊക്കെ ആണി കയറ്റുകയും അവരെയൊക്കെ വലിയ വാളുകൾ കൊണ്ട് ചീർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തല മൂർധാവിൽ നിന്നും അവരെ നെടുക പിളർന്ന ഒരു കാലം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്ന തങ്ങളുടെ മുൻഗാമികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണത്തിന്റെ, പീഡനത്തിന്റെ, യാതനകളുടെ ചരിത്രം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ റസൂലുള്ളാഹി തുറന്നു വെക്കുകയാണ്. അങ്ങനെ മൂർധാവിൽ നിന്നും അവരെ ചീകിയിട്ട് രണ്ടായി അവരെ പിളർന്നിട്ടുണ്ട്. ഇരുമ്പ് കൊണ്ടുള്ള ചീർപ്പ് കൊണ്ട് അവരെ ചീകിയിരുന്നു. എന്നിട്ടോ അവരുടെ മാംസവും എല്ലുകളും ഒക്കെ വേർപ്പെടുത്തപ്പെട്ടിരുന്നു. മാംസവും എല്ലുകളും ഒക്കെ വേർപ്പെടുത്തപ്പെടുമാറ് വലിയ കുഴികളിൽ കുഴിച്ചു നിർത്തിക്കൊണ്ട് ഇരുമ്പ് കൊണ്ടുള്ള ചീർപ്പുകൾ കൊണ്ട് അവരെ ചീകിയിരുന്നു ഖബ്ബാബെ എന്ന് പറയാണ്. പക്ഷേ എന്നിട്ടും ഈ മൂർധാവിൽ നിന്നും വലിയ ഈർച്ചവാൾ കൊണ്ട് അവരെ പകുതിയായി പകുത്തിട്ടും അവരെ ഇരുമ്പ് കൊണ്ടുള്ള ചീർപ്പുകൾ കൊണ്ട് അവരുടെ മാംസവും എല്ലുകളും ഒക്കെ വേർപ്പെടുത്തപ്പെടുമാറ് ചീകിയിട്ടും ഈ ആദർശ പ്രഖ്യാപനത്തിൽ നിന്നും പിന്മാറാൻ അവർ തയ്യാറായിരുന്നില്ല. അവരെ ഈ സത്യമാർഗത്തിൽ നിന്നും പിറകോട്ട് വലിക്കാൻ അതുകൊണ്ടൊന്നും സാധ്യമായില്ല എന്ന് മുൻകാല ചരിത്രത്തിൽ സംഭവിച്ചു പോയ യാഥാർത്ഥ്യങ്ങളെ ഖബ്ബാബ് ബിൻ അറത്തിന് മുമ്പിൽ തുറന്നു വെക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പക്ഷേ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ മറ്റുള്ളവരുടെ ആട്ടും തൊഴിയും ചവിട്ടും ഇതുപോലുള്ള ക്രൂരതകളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ കാലം കഴിക്കേണ്ടി വരുന്നവരാണ് വിശ്വാസികൾ എന്ന് ഖബ്ബാബ് തെറ്റിദ്ധരിക്കേണ്ടതില്ല. എല്ലാ കാലഘട്ടങ്ങളിലും ശത്രുക്കൾ ഇസ്ലാമിക സമൂഹത്തിന് മേൽ കുതിര കയറുകയും ഇസ്ലാമിക സമൂഹം എന്നും അവരുടെ മുമ്പിൽ പച്ചപുച്ചമടക്കി എല്ലാ യാതനകളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ കഴിഞ്ഞുകൂടേണ്ട ഒരു ഉമ്മത്താണ് വിശ്വാസി സമൂഹം എന്ന് താങ്കൾ ധരിക്കേണ്ടതില്ല ഖബ്ബാബേ. വല്ലാഹി ലയുത്തിമ്മന്നല്ലാഹു ഹാദൽ അംർ ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദറമൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദീബു അലാ ഗനമിഹി വലാകിന്നകും തസ്തഗ്ജിലൂൻ. അങ്ങൊരു കാലം വരാനുണ്ട്, ഇതെന്നും ഇങ്ങനെയായിരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ, ഈ കാര്യത്തെ അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അവൻ ഇതിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ, അവന്റെ ഈ ദൗത്യത്തെ പൂർത്തീകരിക്കുന്ന നാളിൽ സംഭവിക്കാനുള്ളത് എന്താണ് അറിയാമോ ഖബ്ബാബേ? ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദറമൗത്ത്, ജസീറത്തുൽ അറബിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരാട്ടിൻകുട്ടിക്ക് ഒരാട്ടിടയിൽ തന്റെ ആടിനെ പിടിക്കുന്ന ചെന്നായെയും പടച്ചവനെയും അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ നിർഭയത്വത്തോടുകൂടി സഞ്ചരിക്കാവുന്ന ഒരു പുലരി, ഒരു സാമൂഹിക ക്രമം ഇവിടെ നിലവിൽ വരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മക്കയുടെ പരീക്ഷണ നാളുകളിലൂടെ കടന്നു പോകുമ്പോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് സന്തോഷ വാർത്ത നൽകുകയാണ്, പ്രതീക്ഷ പകർന്നു നൽകുകയാണ്. വലാകിന്നകും തസ്തഗ്ജിലൂൻ, പക്ഷേ നിങ്ങൾ തിരക്ക് കൂട്ടരുത്. ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ചില അനിവാര്യമായ കാലഘട്ടങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരും. ഇസ്ലാമിക പ്രബോധനത്തിനും പടച്ചവന്റെ സഹായത്തിനുമിടയിൽ ചില പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടതായി വരും. അവിടെ ഇബ്തിലാഇന്റെ ഘട്ടമുണ്ടാകും, പരീക്ഷണത്തിന്റെ ഘട്ടമുണ്ടാകും, അവിടെ സബറിന്റെ ഘട്ടമുണ്ടാകും. സഹന സമരത്തിന്റെ പാതയിൽ ഈ ദഅവത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകേണ്ടി വരും.
അങ്ങനെ മുന്നോട്ട് പോകുന്നിടത്താണ് നസ്റുല്ലാ, അള്ളാഹുവിന്റെ സഹായത്തിന് അവർ അർഹരായി തീരുക എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഇത് പ്രവാചകൻ ഖബ്ബാബിന് പകർന്നു കൊടുത്ത ചരിത്രമാണ്. ഇനി നമ്മൾ ഇസ്ലാമിക മാർഗത്തിൽ പ്രവാചകന് ശേഷം ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത 4 ഖലീഫമാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വരെ ഈ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം കൊടുത്ത 4 ഖലീഫമാരിൽ 3 പേരും എങ്ങനെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്? 4 ഖലീഫമാരിൽ 3 പേരും ഷഹാദത്തിന്റെ പരിവേഷത്തോടു കൂടിയാണ് പടച്ചവനെ കണ്ടുമുട്ടിയത് എന്നാണല്ലോ ഇസ്ലാമിക ചരിത്രം നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം വന്ന ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ കിടന്ന് വളർന്ന, പ്രവാചകന്റെ തലോടലേറ്റ് വളർന്ന ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹാദത്ത് വരിച്ചില്ലേ? ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു പരാജയപ്പെട്ടു എന്ന് ആരെങ്കിലും പറയുമോ ലോകത്ത്? യസീദിന്റെ കിങ്കരന്മാരാൽ ദിവസങ്ങളോളം യൂഫ്രട്ടീസ് നദീതീരത്ത് പച്ചവെള്ളം പോലും കൊടുക്കാതെ ഉപരോധിക്കപ്പെട്ടതിന് ശേഷം ആ പ്രവാചകന്റെ തലോടലേറ്റ് വളർന്ന ആ ശിരസ് അറുത്തെടുത്തുകൊണ്ട് യസീദിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആ ഇബ്നു സിയാദിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ കാലഘട്ടത്തിൽ ജീവിച്ച വിശ്വാസികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇറാഖിന്റെ ബസറയുടെ തെരുവുകളിലൂടെ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ അറുത്തെടുക്കപ്പെട്ട തലയുമായി നടന്നു നീങ്ങിയ ഒരു കാലം. എന്നിട്ട് ഇസ്ലാം പരാജയപ്പെട്ടോ? ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു പരാജയപ്പെട്ടോ? ലോകത്തെ വിശ്വാസികൾക്ക് വലിയ പ്രചോദനമായി അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന, പടച്ചവന്റെ വിധിവിലക്കുകളെ മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം നിലക്ക് അധികാരത്തിന്റെ വലിയ സിംഹാസനങ്ങളിൽ അടയിരിക്കുന്ന ഭരണാധികാരികൾക്ക് എന്നും പേടി സ്വപ്നമായി ഇന്നും ഇമാം ഹുസൈൻ വിശ്വാസികളുടെ മനസ്സിൽ ജീവിക്കുകയാണ്. ഹർ കർബല കെ ബാദ് ഇസ്ലാം സിദ്ദ് ഹോത്താ ഹൈ എന്ന് ഇമാം മഹാകവി അല്ലാമ ഇഖ്ബാൽ പാടിയതുപോലെ അതേ ഉമവി ഗോത്രത്തിൽ നിന്ന് തന്നെയാണ് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച, ക്രൂരമായി കൊല ചെയ്ത അതേ അമവി ഗോത്രത്തിൽ തന്നെയാണ് ഇസ്ലാമിലെ ഏറ്റവും ഉജ്ജ്വലനായ ഭരണാധികാരി ഉമർ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഭരണാധികാരി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അപമാനിതമായി ജീവിക്കുന്നതിനേക്കാൾ ധീരമായി ഷഹീദാകുന്നതിന് തീരുമാനിച്ച ഒരു വിഭാഗമാണ് വിശ്വാസ സമൂഹം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോ യഥാർത്ഥത്തിൽ എന്താണ് ഗസയിലും ഇസ്രായേലിലും ഒക്കെ സംഭവിച്ചത് നമ്മൾ വിലയിരുത്തുമ്പോൾ താങ്ങാനാവാത്ത വേദനകൾ പോലും അപ്രതീക്ഷിതമായ ഫലങ്ങൾ നൽകുന്നതിന്റെ ആവർത്തനമാണ്, ആ ഖുർആനിക അധ്യാപനത്തിന്റെ ആവർത്തനമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിൽ സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ വിജയ പരാജയങ്ങൾ വ്യക്തികളുടെ ആളുകളുടെ ആൾ നഷ്ടത്തിന്റെ പേരിൽ വിലയിരുത്തുന്ന ഒരു സമൂഹമല്ല വിശ്വാസ സമൂഹം. വിശുദ്ധ ഖുർആനും ദീനുൽ ഇസ്ലാമും ഒക്കെ അങ്ങനെയല്ല യുദ്ധവിജയങ്ങളെ വിലയിരുത്തിയിട്ടുള്ളത്. മറിച്ച് ലക്ഷ്യം നേടിയോ? എന്തായിരുന്നു ഇസ്രായേൽ ഈ യുദ്ധം കൊണ്ട് ഉദ്ദേശിച്ചത്? ആ ലക്ഷ്യത്തിന്റെ 4 പോലും എത്താൻ കഴിയാതെ അപമാനഭാരം കൊണ്ട് സ്വന്തം നാട്ടിൽ രൂപപ്പെട്ടു വരുന്ന വമ്പിച്ച പ്രക്ഷോഭങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ട നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, അതല്ലെങ്കിൽ ലോകരാജ്യങ്ങളിലേക്ക് പോകാൻ പോലും ഇസ്രായേലിലെ നേതാക്കൾക്ക് ഭയപ്പെട്ട അവസ്ഥയാണ് സംഭവിച്ചത്. അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുകയാണ് ലോക കോടതിയുടെ. പല രാജ്യങ്ങളും ഇവർക്ക് സന്ദർശനം തന്നെ ഇവർക്ക് പ്രവേശനം തന്നെ നിഷേധിച്ചിരിക്കുകയാണ്. അഥവാ എത്തിപ്പെട്ടാൽ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച പല രാജ്യങ്ങളും. അതുകൊണ്ട് എല്ലാ നിലക്കും ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ നാണം കെടുകയും അപമാനിക്കപ്പെടുകയും എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുകയും ചെയ്ത ഒരു യുദ്ധമായി തൂഫാനുൽ അഖ്സയും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും വിലയിരുത്തപ്പെടും, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് റജബ് മാസം നമ്മൾ ഓർമ്മിക്കുമ്പോൾ നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രായേലിൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവാചകനെ കൊണ്ടുപോയത്, അതുപോലെ തന്നെ അവിടെ നിന്നും മിഅ്റാജ് സംഭവിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ആത്മവിശ്വാസം നൽകിയെങ്കിൽ ഈ തൂഫാനുൽ അഖ്സയും അതിനെ തുടർന്നുള്ള ഇസ്രായേലും ഗസയും തമ്മിലുള്ള യുദ്ധവും വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ അഖ്സയുടെ വിമോചനത്തിന് വേണ്ടിയുള്ള സ്വപ്നങ്ങൾക്ക് പുതിയ നിറങ്ങൾ, പുതിയ വർണ്ണങ്ങൾ, പുതിയ പ്രതീക്ഷകൾ നൽകിയാണ് ഈ കരാർ നിലവിൽ വന്നത് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ അഖ്സ വിമോചിക്കപ്പെടുന്ന ഒരു നാളിന് സാക്ഷ്യം വഹിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാർഗത്തിൽ ഷഹാദത്ത് വരിച്ച സത്യവിശ്വാസികൾക്ക് അല്ലാഹു അവന്റെ സ്വർഗ്ഗത്തിൽ ഉയർന്ന പദവി നൽകി ആദരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുട്ടികളെ നഷ്ടപ്പെട്ടവരുണ്ട്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്. ആ നഷ്ടങ്ങളും വിടവുകളും ഒക്കെ നികത്തി കൊടുത്തുകൊണ്ട് പുതിയൊരു വിമോചന പോരാട്ടത്തിന്റെ മുഖം തുറക്കാൻ
പുതിയൊരു വിമോചന പോരാട്ടത്തിന് മനസ്സിനെയും ശരീരത്തിനെയും പകപ്പെടുത്തുവാനുള്ള ഈമാനും തഖ്വയും സബറും ഒക്കെ നൽകി മുസ്ലിം സമൂഹത്തെ, വിശ്വാസികളെ, ഗസ്സയിലെ നമ്മുടെ സഹോദരി സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.